വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റ് പ്ലാൻ എടുക്കുന്ന സമയത്തായാലും സാലഡുകൾ കൂടുതൽ പ്രിഫർ ചെയ്യാറുണ്ട്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ അതിൽ 90% വാട്ടർ കണ്ടന്റ് ആണ്. അതേപോലെ തന്നെ ഫൈബർ ക്വാളിറ്റി ഉണ്ടാവും. ദെൻ മൈക്രോ ന്യൂട്രിയൻസ്, വൈറ്റമിൻസ് ഇതെല്ലാം അതിൽ പ്രസന്റ് ആയിട്ടുണ്ട്. വിഷാംശങ്ങൾ കുറയ്ക്കാനും മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാനും വെയിറ്റ് ലോസിനും ഇത് സഹായിക്കുന്നതാണ്. ഗോയിട്രോജനിക് എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ തൈറോയ്ഡ് രോഗികൾ അധികം അത് കൺസ്യൂം ചെയ്യരുത്. ഫാറ്റി ലിവർ മറ്റ് കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ പോലും അവർ അമിതമായിട്ട് ഈ കൊഴുപ്പ് കഴിക്കുന്നത് ഒഴിവാക്കുക. കാർബോഹൈഡ്രേറ്റ്സ് ആയാലും മിതമായ രീതിയിൽ മാത്രം കഴിക്കുക. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റ് പ്ലാൻ എടുക്കുന്ന സമയത്തായാലും സാലഡുകൾ കൂടുതൽ പ്രിഫർ ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും ഹെൽത്ത് ബെനിഫിഷ്യൽ ഉള്ളതാണ് വെജിറ്റബിൾ സാലഡ്സ്. വെജിറ്റബിൾ സാലഡ്സ് ഒരു ഹാഫ് ബോയിൽ ചെയ്തിട്ട് നമുക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കഴിക്കുമ്പം വയർ എപ്പോഴും ഒരു ഫുൾഫിൽ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഫ്രൂട്ട്സുകളും ഹെൽത്തി ആയിട്ടുള്ളതാണ്. എന്നാൽ വെജിറ്റബിൾസിൽ ചില വെജിറ്റബിൾസ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പം വെയിറ്റ് ലോസിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്യൂ വെജിറ്റബിൾസ്, അതിൻ്റെ ഹെൽത്ത് ബെനിഫിഷ്യലും അതിൻ്റെ ഫൈബർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ അതിൽ 90% വാട്ടർ കണ്ടന്റ് ആണ്. അതേപോലെ തന്നെ ഫൈബർ ക്വാളിറ്റി ഉണ്ടാവും. ദെൻ മൈക്രോ ന്യൂട്രിയൻസ്, വൈറ്റമിൻസ് ഇതെല്ലാം അതിൽ പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഹെൽത്ത് ബെനിഫിഷ്യൽ ഉള്ള അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് നോക്കുമ്പം ഒന്നാമത്തേത് ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് ആണ്. ചീര, മുരിങ്ങയില, തഴുതാമ ഇങ്ങനത്തെ ഇലക്കറികൾ ധാരാളം കഴിക്കുക. ഇപ്പോൾ 100 ഗ്രാം ഇലക്കറികൾ കഴിക്കുന്ന സമയത്ത് അതിൽ കലോറി നോക്കുമ്പം ഒരു 35 മുതൽ 45 വരെയോ കലോറി ഉള്ളൂ. പക്ഷേ ഫൈബർ ക്വാളിറ്റി നോക്കുമ്പോൾ ഏകദേശം ഒരു 10 ഗ്രാം മുതൽ 12 ഗ്രാം വരെ ഫൈബർ ക്വാളിറ്റി ഉണ്ട്. അയൺ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ശരീരത്തിലെ അനീമിയ പ്രശ്നങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് നന്നായിട്ട് തോരനാക്കിയിട്ടോ കറിയാക്കിയിട്ടോ കഴിക്കാവുന്നതാണ്. രണ്ടാമത്തേത് ബ്രൊക്കോളിയാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ടും അതേപോലെ തന്നെ ഫൈബർ ക്വാളിറ്റി കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിലെ വിഷാംശങ്ങൾ കുറയ്ക്കാനും മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാനും വെയിറ്റ് ലോസിനും ഇത് സഹായിക്കുന്നതാണ്. പലരും ചിന്തിക്കാറുണ്ട് ഈ ബ്രൊക്കോളിയൊക്കെ നമുക്ക് ഈ വിഷാംശങ്ങൾ കൂടുതലിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കത് കഴിക്കുമ്പം പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, തൈറോയ്ഡ് രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റുമോ. നന്നായിട്ട് പാകം ചെയ്തിട്ട് നിങ്ങൾക്ക് അതായത് ബോയിൽ ചെയ്തതിന് ശേഷം കുറച്ച് പെപ്പറും അതേപോലെ തന്നെ ടെർമറിക് പൗഡറും മിക്സ് ചെയ്തിട്ട് അങ്ങനെ സാലഡ് ആക്കിയിട്ടൊക്കെ കഴിക്കുന്നത് കുറച്ചുകൂടി ഹെൽത്ത് ബെനിഫിഷ്യൽ ആണ്. ഫൈബർ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഉണ്ടാവുന്ന വിഷാംശങ്ങളെ പുറന്തള്ളാനും ദഹനത്തിനൊക്കെ സഹായിക്കുന്നതായതുകൊണ്ട് തന്നെ ഡെയിലി ബേസിസിൽ ബ്രൊക്കോളി കഴിക്കാം. പക്ഷേ നമുക്ക് തൈറോയ്ഡ് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർ നന്നായിട്ട് വേവിച്ച് കഴിക്കുക. അത് റോ ഫോമിൽ കൺസ്യൂം ചെയ്യരുത്. നന്നായിട്ട് വേവിച്ചിട്ട് കഴിക്കുന്നതാണ് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. ക്യാബേജ് ആവട്ടെ നമ്മൾ ഇതേപോലെ തന്നെ വേവിച്ച് അതായത് ബോയിൽ ചെയ്ത് കഴിക്കുന്നതാണ് കുറച്ചുകൂടി ഹെൽത്ത് ബെനിഫിഷ്യൽ ഉണ്ടാവുക. ഗോയിട്രോജനിക് എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ തൈറോയ്ഡ് രോഗികൾ അധികം അത് കൺസ്യൂം ചെയ്യരുത്. 96% വാട്ടർ കണ്ടന്റ് ഉള്ളതാണ് ബോട്ടിൽ ഗാർഡ്, അല്ലെങ്കിൽ നമ്മളിപ്പം വെള്ളരി പോലത്തെ ആ ഒരു ഫാമിലിയിൽ വരുന്നതാണ് ബോട്ടിൽ ഗാർഡ്. ഇത് ശരീരത്തിലുണ്ടാവുന്ന ആ ഒരു ടോക്സിൻസിനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ സഹായിക്കും. അതായത് ആ ഒരു വാട്ടർ പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഒരു കൂളിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇനി കോളിഫ്ലവർ, അതായത് ഈ ലീഫി ഗ്രീൻ വെജിറ്റബിൾസിൽ വരുന്ന മറ്റൊന്നാണ് കോളിഫ്ലവർ എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഫൈബർ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 100 ഗ്രാം നോക്കുമ്പോൾ 35 മുതൽ 40 വരെ ഫൈബർ ക്വാളിറ്റി ഇതിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ വയറ് ഫുൾഫിൽ ചെയ്യാൻ സഹായിക്കുന്നതാണ്. പക്ഷെ നന്നായിട്ട് ഇത് ബോയിൽ ചെയ്തിട്ട് കഴിക്കുന്നതാണ് ഹെൽത്ത് ബെനിഫിഷ്യൽ കൂടുതലായിട്ടുള്ളത്. അടുത്തത് ക്യാപ്സിക്കം. ക്യാപ്സിക്കം നമുക്ക് ഇത് ഗ്രീൻ വെറൈറ്റി ഉണ്ട്, റെഡ് വെറൈറ്റി ഉണ്ട്. റെഡ് വെറൈറ്റി നമ്മൾ അധികം എടുക്കണ്ട. ഗ്ലൈസമിക് ഇൻഡെക്സ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ഗ്രീൻ ക്യാപ്സിക്കാണ് കുറച്ചുകൂടി ഹെൽത്ത് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. അത് കൺസ്യൂം ചെയ്യുന്ന സമയത്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഫൈബറും അതേപോലെ തന്നെ വൈറ്റമിൻസും പ്രോട്ടീൻസ് കാര്യങ്ങളൊക്കെ അതിൽ പ്രസൻ്റ് ആണ്. ഹെൽത്തി ഫാറ്റ്സുകളുണ്ട്. നമുക്ക് ദഹന സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ നല്ല രീതിയിൽ ഇത് സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ ഡിയുടെ ഒരു റെയർ സോഴ്സ് ആണ് വെജിറ്റബിൾസിൽ വരുന്നത് മഷ്റൂംസ്. അത് ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ സ്കിൻ ഹെൽത്തിനൊക്കെ നല്ലതാണ്. ഡൈജഷൻ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ വെജിറ്റബിൾസിൽ ഏറ്റവും പ്രോട്ടീൻസ് റിച്ച് ആയിട്ടുള്ളതാണ് ബീൻസ്. ഒരു 100 ഗ്രാം ബീൻസ് കഴിക്കുമ്പം പ്രോട്ടീൻ ക്വാളിറ്റി ഒരു 15 ഗ്രാം മുതൽ 20 ഗ്രാം വരെ പ്രോട്ടീൻസ് ഇതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഫൈബർ എസ്പെഷ്യലി സോല്യുബിൾ ഇൻസോല്യുബിൾ ഫൈബേഴ്സ് ധാരാളം ഈ പറഞ്ഞിട്ടുള്ള ബീൻസിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്.
അപ്പം ഡയറ്റ് എടുക്കുന്ന ആളുകളാവട്ടെ, ഞാൻ ഈ പറഞ്ഞ വെജിറ്റബിൾസ് നമ്മൾ ഡെയിലി ബേസിസിൽ കഴിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ധാരാളം പ്രോട്ടീൻസും ഹെൽത്തി ഫാറ്റ്സുകളും കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡോക്ടറെ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വെയിറ്റ് എന്ത് കാരണം കൊണ്ടാണോ കൂടിയിട്ടുള്ളത് അത് ആദ്യം നിങ്ങൾ അനലൈസ് ചെയ്യുക. കണ്ടീഷൻസ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ്, ഡയറ്റ് പ്ലാൻ കാര്യങ്ങൾ ഫോളോ ചെയ്യണം. ഇപ്പോൾ തൈറോയിഡ് ഉള്ള ആളുകളാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി കാര്യങ്ങളൊന്നും കഴിക്കരുത്. അത് അവർക്ക് ഗോയിട്രോജനിക് എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹോർമോണൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് PCOD റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഷുഗറിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുക, ധാരാളം ഇലക്കറികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക, പ്രോട്ടീൻ ഇൻടേക്ക് നന്നായിട്ട് കൂട്ടിയെടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫാറ്റി ലിവർ മറ്റ് കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ പോലും അവർ അമിതമായിട്ട് ഈ കൊഴുപ്പ് കഴിക്കുന്നത് ഒഴിവാക്കുക. കാർബോഹൈഡ്രേറ്റ്സ് ആയാലും മിതമായ രീതിയിൽ മാത്രം കഴിക്കുക. അപ്പോൾ എപ്പോഴും തുല്യമായിട്ടുള്ള അളവിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊന്നും അങ്ങനെ വരത്തില്ല. ഇനി ഉള്ള അസുഖങ്ങളെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പരിധിവരെ സിംറ്റംസ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.